നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വാടക നിയമം മാറുന്നു. കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നവർക്ക് പണി കിട്ടും. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് മുട്ടൻ പണി കിട്ടും. ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പല കോണുകളിൽ നിന്നും ടോക്കുകൾ വരുന്നു. ഒന്നും സംഭവിക്കില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. യഥാർത്ഥ വസ്തുതകൾ വ്യക്തമാകും. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോമേ DC. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിൽ പുതിയ വാടക നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്നാൽ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നിട്ടുമുണ്ട്. വാടക നിയമത്തിലെ നിയമവശങ്ങളും വാടക വാങ്ങുന്നവരും കൊടുക്കുന്നവരും അറിയേണ്ടുന്ന സുപ്രധാന വിവരങ്ങളും ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒരു കെട്ടിടമുണ്ട്. അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. പിന്നീട് വാടകയ്ക്ക് എടുക്കുന്നയാളും വാടകയ്ക്ക് കൊടുക്കുന്നയാളും തമ്മിൽ ബദ്ധശത്രുക്കളായി മാറുന്നു. അവസാനം വാടകയ്ക്ക് എടുത്തയാൾ കെട്ടിടത്തിന്റെ ഉടമയായി മാറുന്നു. കോടതി അദ്ദേഹത്തിന് അനുകൂലമായി ആയിരിക്കും വിധി പറയുക. ചിലപ്പോൾ ഉടമ വൻ തുകകൾ ഓഫർ ചെയ്ത് വാടകക്കാരനെ ഒഴിപ്പിക്കേണ്ട സ്ഥിതിയും വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ശരിക്കും ഒരു അഭിഭാഷകൻ മുഖേന ഒരു റെന്റ് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് വക്കീൽ ഫീസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു അപേക്ഷ എഴുത്തുകാരനെ സമീപിച്ച് 50 രൂപ പത്രത്തിൽ കുറച്ച് സാഹിത്യമൊക്കെ എഴുതി പിടിപ്പിക്കുന്നു. അത് പെട്ടിയിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നീട് കുറെ കഴിയുമ്പോൾ വാടകക്കാരൻ ഒഴിയുന്നില്ല. ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല. അവസാനം റെന്റ് കൺട്രോൾ കോർട്ടിനെ സമീപിക്കുകയാണ്. അവിടെ പുതിയ ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. നിയമ പോരാട്ടം. കോടതിക്ക് ഈ സാഹിത്യകൃതി വെച്ച് തീരുമാനമെടുക്കാൻ കഴിയാതെ വരും. അവിടെ നിയമപരമായ രേഖകളാണ് ആവശ്യം. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഏറ്റവും താഴെയുള്ള കോടതി തീർച്ചപ്പെടുത്തിയാലും കേസ് മുകളിലേക്ക് നീളുകയാണ്. കെട്ടിട ഉടമയ്ക്ക് അനുകൂലമായി വിധി കിട്ടിയാലും അത് നടപ്പിലാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. വീണ്ടും അപ്പീലും കേസും വഴക്കുമായി വർഷങ്ങൾ കഴിയും. തലമുറകൾ കഴിഞ്ഞാലും കേസ് തീരാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജ്യോതി ശർമ്മ കേസിൽ സുപ്രീം കോടതിയാണ് അന്തിമമായി കെട്ടിട ഉടമയ്ക്ക് അനുകൂലമായി ഉത്തരവിട്ടത്. കേസ് സുപ്രീം കോടതി വരെ എത്തി അനുകൂലമായി വിധി ലഭിക്കാൻ കെട്ടിട ഉടമ ചെലവഴിച്ചത് 75 വർഷത്തോളം. അതിനിടയിൽ ഉടമ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ അവകാശികൾ കേസ് നടത്തുകയും ചെയ്തു. നമ്മൾ വരുത്തിവെക്കുന്ന വിന നമ്മുടെ മക്കൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. നോക്കൂ, കോടികൾ വിലപിടിപ്പുള്ള കെട്ടിടം വാടകയ്ക്ക് നൽകിയപ്പോൾ ശരിയായ രീതിയിൽ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് കെട്ടിടവും പോയി, കേസ് നടത്തി നമ്മുടെ ആയുസ്സും പോയി. കോടതിയിൽ പോയാൽ ആയുസ്സും പോകും, പണവും പോകും എന്ന് നമുക്കെല്ലാം പൊതുവെ ഒരു ധാരണയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിലുള്ള അറിവുകേട് കൊണ്ട് ചെയ്തു വയ്ക്കുന്ന പ്രവർത്തികളാണ് കോടതിക്ക് തലവേദനയാകുന്നത്. ഇവിടെ നമുക്ക് ന്യായമായും ഒരു സംശയം വരാം. ഇവിടുത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഒരേ നിയമമല്ലേ എല്ലാ കോടതികളും നോക്കുന്നത്? പിന്നെ എന്താണ് വ്യത്യസ്തമായ തീരുമാനങ്ങൾ വരുന്നത്? ഇത് നമ്മുടെ ന്യായമായ സംശയമാണ്. ഇതിന് മറുപടി പറയാം. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ പാർട്ടി മെയ്ഡ് ലോ എന്നാണ് നിയമം പറയുന്നത്. കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ സ്വയം നിർമ്മിക്കുന്ന നിയമം. അവിടെ നിയമസഭയെല്ലാം നമ്മൾ തന്നെയാണ്. അത് നാട്ടിലെ നിയമത്തിനുള്ളിൽ നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ പാർട്ടികൾ സ്വയം നിർമ്മിക്കുന്ന നിയമം പരസ്പരം ഇരുകൂട്ടർക്കും സ്വീകാര്യമായിരിക്കണം. ഇങ്ങനെയുള്ള പാർട്ടി മെയ്ഡ് ലോ കോടതിക്ക് ഈസിയായി തീർച്ചപ്പെടുത്താൻ കഴിയുന്നതാകണം. ഇല്ലെങ്കിൽ വർഷങ്ങളും ദശാബ്ദങ്ങളും നീണ്ടുപോകും. കക്ഷികൾ നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. കോടതികൾക്ക് അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളും വസ്തുതകളും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് തീർപ്പ് കൽപ്പിക്കാനേ കഴിയൂ. പ്രത്യേകിച്ചും സിവിൽ മാറ്ററുകളിൽ. പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്നല്ലേ പറയുക? ഒരു അഭിഭാഷകൻ നിയമപ്രകാരം ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ഡീഡാണെങ്കിൽ കോടതിക്ക് 1-2 സിറ്റിങ്ങിൽ തന്നെ വാട്ട്സ് റൈറ്റ് വാട്ട്സ് റോങ് എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയും. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിന് പുതിയ നിയമം വന്നല്ലോ. പുതിയ നിയമം വന്നില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും 1965 റെന്റ് കൺട്രോൾ ആക്റ്റും ചട്ടവും തന്നെയാണ് ഇവിടെ നിലവിലുള്ളത്. അതിനെ അടിസ്ഥാനമാക്കിയാകും അഭിഭാഷകൻ നമ്മുടെ റെന്റ് എഗ്രിമെന്റ് തയ്യാറാക്കുക. വാടകയ്ക്ക് കെട്ടിടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ നിയമം 1965 ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ആണ് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അതിൽ പറയുന്ന ഫെയർ റെന്റ് മാത്രമേ കെട്ടിട ഉടമയ്ക്ക് ഈടാക്കാനാകൂ. കെട്ടിടത്തിന്റെ പ്രോപ്പർട്ടി വാല്യൂ കണക്കാക്കിയാണ് ഫെയർ റെന്റ് നിശ്ചയിക്കുന്നത്. മറ്റു ഘടകങ്ങളും പരിശോധിക്കും.
മുനിസിപ്പൽ ടാക്സും പരിഗണിക്കും. ഓരോ 5 വർഷത്തിലും ഫെയർ റെന്റ് പുനർനിർണയിക്കാനും വ്യവസ്ഥയുണ്ട്. എന്നാൽ കോടതി നിശ്ചയിക്കുന്ന ന്യായമായ റേറ്റിൽ മാത്രമേ വാടക കൂട്ടാനാകൂ. എന്നാൽ പൊതുവെ ഫെയർ റെന്റിനേക്കാൾ വളരെ ഉയർന്ന റേറ്റിലാണ് റെന്റ് വാങ്ങി വരുന്നത്. ഫെയർ റെന്റ് എന്ന് വെച്ചാൽ ന്യായമായ വാടക എന്ന് പറയാം, മാന്യമായ വാടക എന്നും പറയാം. എന്നാൽ പൊതുവെ കെട്ടിട ഉടമകൾ ഈ മാന്യമായ വാടക നിരക്കിന് എതിരാണ്. അവരുടെ ചിന്ത നിയമാനുസരണമുള്ളതല്ല. അവർ ഫെയർ റെന്റിന്റെ 10 മടങ്ങ് വാടകയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നയാൾ മാന്യമായ വാടകയുടെ 10 മടങ്ങ് വാടക നൽകാൻ സ്വാഭാവികമായും നിർബന്ധിതനായി തീരുന്നു. ഈ ഉയർന്ന വാടക നിയമാനുസരണമുള്ളതല്ലാത്തതിനാൽ അത് കണക്കിൽ കാണിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. കണക്കിൽ കാണിക്കാത്ത പണത്തിന് പറയുന്ന പേര് എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് മണി എന്നാണ്. അങ്ങനെ വരുന്ന ബ്ലാക്ക് മണി കൃത്യമായി അക്കൗണ്ട് ചെയ്യാറില്ല, കൃത്യമായ കണക്കുകൾ കാണിക്കില്ല. കണക്കു കാണിച്ചാൽ ആദായ നികുതി നൽകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒന്നുകിൽ വാടക കരാർ എഴുതില്ല, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വാടക കരാർ എഴുതും. ഇത് രണ്ടും കോടതിയിൽ പോകുമ്പോൾ കെട്ടിട ഉടമയ്ക്കെതിരായി വരും. കെട്ടിടത്തിന്റെ ഉടമസ്ഥത തന്നെ വാടകക്കാരനിലേക്ക് പോകുന്ന അവസ്ഥ സംജാതമാകും. അങ്ങനെ വാടകക്കാരൻ കെട്ടിട ഉടമയായി തീർന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ജ്യോതി ശർമ്മ കേസിൽ കെട്ടിട ഉടമ യഥാർത്ഥ ഉടമയായിരുന്നില്ല. പക്ഷേ വാടകയ്ക്കെടുത്തയാൾ ഉടമയെന്ന് തെറ്റിദ്ധരിച്ച് വാടക കൊടുത്തു വന്നിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് കെട്ടിട ഉടമ യഥാർത്ഥ ഉടമയല്ലെന്നും മറ്റൊരാളാണ് യഥാർത്ഥ ഉടമയെന്നും. അങ്ങനെ വാടകയ്ക്കെടുത്ത ആളുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടുകയാണ്. കെട്ടിട ഉടമ യഥാർത്ഥ ഉടമയല്ലല്ലോ, അപ്പോൾ കൈവശക്കാരനായ ഞാനാണല്ലോ ഉടമ. അങ്ങനെയാണ് സിവിൽ ഡിസ്പ്യൂട്ട് ആരംഭിക്കുന്നത്. വാടകക്കാരൻ ലാൻഡ് ലോഡിനെതിരായി കേസ് നടത്തി വിജയിക്കുകയാണ്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ കൈവശക്കാരനാണ് ഉടമ. 12 വർഷത്തിലധികം കെട്ടിടം കൈവശം വെച്ചാൽ അയാൾ ആ കെട്ടിടത്തിന്റെ ഉടമയാണ്. അത് അയാൾക്ക് കോടതിയിൽ തെളിയിച്ചെടുക്കാൻ കഴിയും. ഇതൊരു ശത്രുതാപരമായ കൈവശസ്ഥിതിയാണ്, അഡ്വേഴ്സ് പൊസഷൻ. എന്നാൽ ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന വൈറസ് പ്രവർത്തനക്ഷമമാകാതിരിക്കാനുള്ള വാക്സിനാണ് ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത വാടക കരാർ. പറഞ്ഞത് ശരിക്കും മനസ്സിലായോ? കെട്ടിടം വാടകയ്ക്ക് നൽകുന്നയാളും കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നയാളും തമ്മിൽ നിയമാനുസൃതമായ ഒരു വാടക കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാരമായിരിക്കും അവരുടെ അവകാശങ്ങൾ തീരുമാനിക്കുന്നത്. കോടതിക്ക് ആ കരാർ എന്ന് പറയുന്ന കയറുകൊണ്ട് ഇരു കൂട്ടരെയും വരിഞ്ഞു മുറുക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ വാടക കരാർ നിയമാനുസരണമായി എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാടകക്കാരനെ നിയമാനുസരണം ഒഴിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും വരില്ല. എന്നാൽ നിയമാനുസരണമായ രജിസ്റ്റർ ചെയ്ത വാടക കരാർ ഇല്ലെങ്കിൽ അത് കോടതിയിലെത്തിയാലും കോടതിക്ക് വ്യക്തമായ ഒരു ഉത്തരവിടാൻ കഴിയാതെ വരും. അങ്ങനെയാണ് പതിറ്റാണ്ടുകളോളം കോടതി നടപടികളിൽ കുടുങ്ങിപ്പോകുന്നത്. കെട്ടിട ഉടമയ്ക്ക് ഉടമസ്ഥത കോടതിയിൽ തെളിയിക്കാൻ കഴിയാതെ വന്നേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ജ്യോതി ശർമ്മ കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്, അത് പിന്നീട് പറയാം. ഇന്ന് നമ്മുടെ കോടതികളിലാകെ കെട്ടിക്കിടക്കുന്ന 4.6 കോടി കേസുകളിൽ നല്ലൊരു ശതമാനം കേസുകൾ റെന്റ് കൺട്രോൾ കോടതികളിലും മേൽക്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കെട്ടിടം ഒഴിപ്പിക്കൽ കേസുകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസുകൾ കെട്ടിക്കിടക്കുന്നത്? കൃത്യമായ നിയമവ്യവസ്ഥകൾ പാലിക്കാതെ വാടക കരാർ തയ്യാറാക്കുന്നതും അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതുമാണ് ഈ മെസ്സിനു കാരണം. കെട്ടിടങ്ങൾ ന്യായമായ വാടകയ്ക്ക് നൽകേണ്ടത് അനിവാര്യമാണ്. പക്ഷേ നിയമപ്രശ്നങ്ങൾ കാരണം കെട്ടിട ഉടമകൾ വാടകയ്ക്ക് കൊടുക്കാതെ കെട്ടിടം അടച്ചിടുന്ന പ്രവണതയുമുണ്ട്. അങ്ങനെ അടച്ചിടുന്ന താമസ കെട്ടിടങ്ങൾ പിടിച്ചെടുത്ത് വാടകയ്ക്ക് നൽകാൻ അക്കോമഡേഷൻ കൺട്രോളർക്ക് അധികാരമുണ്ട്. നിയമം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു അൺറെഗുലേറ്റഡ് സെക്ടറായി തുടരുകയാണ്. ഇതിനൊരു അവസാനം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കെട്ടിടം താമസത്തിനായാലും വാണിജ്യ ആവശ്യത്തിനായാലും വാടകയ്ക്ക് കൊടുക്കുന്നതിന് കൃത്യമായ ഒരു നിയമം വേണം. ഇതിനെ മോഡൽ ടെനൻസി ആക്ട് എന്നാണ് പറയുന്നത്. ഇതൊരു മോഡൽ ആക്ട് ആണ്. അതിൽ കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഈ മോഡൽ ടെനൻസി ആക്ടിലെ വ്യവസ്ഥകൾ വെച്ചാകും കേരളത്തിൽ ഭാവിയിൽ റെന്റ് കൺട്രോൾ നിയമം വരുന്നത്. അതുകൂടി പരിശോധിച്ച് പോകാം. കരാർ എങ്ങനെയായിരിക്കണം? ഈ ആക്ട് പ്രകാരം ഇനി മേലിൽ ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അതിലൊരു രജിസ്റ്റേർഡ് ലീഗൽ പ്രാക്ടീഷണറെ കൊണ്ട് റെന്റ് എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യുകയും വേണം. വാടക എഗ്രിമെന്റ് വാടകക്കാരനും കെട്ടിട ഉടമയ്ക്കും ഒരുപോലെ സുരക്ഷിതമായിരിക്കണം. അത് സുതാര്യവും ലളിതവും ആയിരിക്കണം. ഒളിഞ്ഞിരിക്കുന്ന കുരുക്കുകളോ പ്രശ്നങ്ങളോ കരാറിൽ എഴുതാൻ പാടില്ല. സാഹിത്യ ഭാഷയൊന്നും പാടില്ല.
ഇന്ത്യൻ ലീഗൽ സിസ്റ്റം അംഗീകരിച്ച വാക്കുകളും ശൈലികളുമായിരിക്കണം കരാറിൽ എഴുതേണ്ടത്. ഡെപ്പോസിറ്റ്. ഇപ്പോഴത്തെ മോഡൽ ടെനൻസി ആക്ട് പ്രകാരം താമസ വീടുകൾക്ക് 2 മാസത്തെ വാടക ഡെപ്പോസിറ്റായി സ്വീകരിക്കാം. കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളാണെങ്കിൽ 6 മാസത്തെ വാടകയാണ് ഡെപ്പോസിറ്റായി സ്വീകരിക്കാവുന്നത്. അതിൽ കൂടുതൽ സ്വീകരിക്കാൻ കഴിയില്ല. വാടക വർധനവ്. രജിസ്റ്റർ ചെയ്ത വാടക കരാറിലെ ന്യായമായ വാടക മാത്രമേ കെട്ടിട ഉടമയ്ക്ക് ഈടാക്കാനാകൂ. അമിതമായ വാടക ഈടാക്കാനാകില്ല. വാടകക്കാരൻ്റെ ഭാഗം കേൾക്കാതെ വാടക വർദ്ധിപ്പിക്കാൻ വീട്ടുടമയ്ക്ക് അവകാശമില്ല. 90 ദിവസത്തെ നോട്ടീസ് നൽകി മാത്രമേ വാടക വർദ്ധിപ്പിക്കാൻ കഴിയൂ. 5% മുതൽ 10% വരെ മാത്രമേ വർധന പാടുള്ളൂ. വാടകക്കാരനെ ഒഴിപ്പിക്കൽ. എത്ര കാലത്തേക്കാണ് വാടകയ്ക്ക് കെട്ടിടം നൽകുന്നതെന്ന് കൃത്യമായി വാടക കരാറിൽ പറഞ്ഞിരിക്കണം. കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ കൃത്യമായി രജിസ്റ്റർ ചെയ്ത വാടക കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം കാലാവധി കഴിയുന്ന മുറയ്ക്ക് വാടകക്കാരൻ ഒഴിഞ്ഞു പോകേണ്ടതാണ്. കരാറില്ലാതെ ഒരു നിമിഷം പോലും വാടകക്കാരനെ അവിടെ താമസിപ്പിക്കരുത്. വാടക കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാലും വാടകക്കാരനെ നിയമപരമായി ഒഴിപ്പിക്കാൻ കഴിയും. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ വാടക വാങ്ങേണ്ടതും കൊടുക്കേണ്ടതും ഇലക്ട്രോണിക് രൂപത്തിലാണ്. എങ്കിൽ മാത്രമേ അതിന് തെളിവുണ്ടാകൂ. തെളിവില്ലാതെ പണം സ്വീകരിക്കുന്നതിലെ അപകടം എന്താണെന്ന് വെച്ചാൽ കെട്ടിട ഉടമയ്ക്കും വാടകക്കാരനും പല വിധത്തിലും ഫൗൾ പ്ലേ നടത്താൻ അവസരം ലഭിക്കും എന്നതാണ്. പണം നൽകിയതിന് രേഖ ഉണ്ടാകില്ല. അപ്പോൾ വാടക കരാർ പോലും നിയമത്തിനു മുന്നിൽ നിലനിന്നെന്ന് വരില്ല. വാടകക്കാരൻ ഉടമയാകുന്ന രീതിയൊക്കെ തിരികെ വരും. ജ്യോതി ശർമ്മ കേസിൽ ലാൻഡ് ലോഡിന്റെ ഉടമസ്ഥത ചോദ്യം ചെയ്താണ് വാടകക്കാരൻ ഉടമസ്ഥന്റെ കുപ്പായത്തിലേക്ക് കയറിയത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു, എടോ വാടകക്കാരാ, താങ്കൾ ലാൻഡ് ലോഡിന് വാടക നൽകി വന്നതിന് രേഖയുണ്ട്. അതിൽ നിന്നും കെട്ടിട ഉടമയെ താങ്കൾ ലാൻഡ് ലോഡായി അംഗീകരിച്ചു. അതിനി മാറ്റി പറയാനാകില്ല. അതുകൊണ്ട് വാടകക്കാരന് ഉടമയുടെ കുപ്പായം ഇടാൻ കഴിയില്ല. റൂൾ ഓഫ് എസ്റ്റോപ്പലാണ് ഇവിടെ സുപ്രീം കോടതി നോക്കിയത്. ജ്യോതി ശർമ്മ കേസിൽ പതിറ്റാണ്ടുകളായി നടത്തിയ കേസിൽ വാടകക്കാരൻ കീഴടങ്ങി. കാരണം അയാൾ കൃത്യമായി വാടക കൊടുത്തിരുന്നു എന്നത് അയാൾക്ക് തന്നെ വിനയായി. അതാണ്, വാടക കൃത്യമായി കൊടുക്കുന്ന ഒരു വാടകക്കാരന് ഉടമസ്ഥന്റെ കുപ്പായമിടാൻ കഴിയില്ല. ഈ വിധി നിർണായകമാണ്. പുതിയ നിയമത്തിൽ വൻ തോക്കുകളെ സർക്കാരിന് വീഴ്ത്താനാകും. എന്നുവെച്ചാൽ വൻ തുകകൾ വാടകയായി വാങ്ങുന്ന കോർപ്പറേറ്റുകളെയും അതുപോലെ വൻകിട ലാൻഡ് ലോഡുകളെയും ഇൻകം ടാക്സിൽ വീഴ്ത്താനാകും. അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മണി സൃഷ്ടിക്കും. ബ്ലാക്ക് മണിക്ക് രേഖയുണ്ടാകില്ല. അപ്പോൾ പണം കൊടുത്തതിന് തെളിവുണ്ടാകില്ല. അത് നിയമക്കുരുക്കുകളിൽ പെടാൻ ഇടയാകും. കോടതികളിൽ കേസ് നിറയും. കോടതി പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ പണം കൊണ്ടുകൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ ഭാരവും ജനങ്ങളുടെ തലയിൽ വരും. ബ്ലാക്ക് മണി കേസ് വന്നാലും പൊതുജനത്തിനാണ് ധനനഷ്ടം. എന്താണ് മോഡൽ ടെനൻസി ആക്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ സംഭവിക്കുക? ഓരോ സ്റ്റേറ്റും ഈ മോഡൽ ടെനൻസി ആക്ടിലെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരണമായി റെന്റ് കൺട്രോൾ ചട്ടം കൊണ്ടുവരണം. ചില സംസ്ഥാനങ്ങളിൽ ഈ റൂൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്, 1908. ആ പഴഞ്ചൻ രജിസ്ട്രേഷൻ നിയമം ഇപ്പോഴത്തെ ഡിജിറ്റൽ രീതികളോട് പൊരുത്തപ്പെടുന്നില്ല. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുന്ന രീതിയൊന്നും ഇപ്പോഴും പ്രാവർത്തികമല്ല. അതിന് പരിഹാരവുമായി 2025 രജിസ്ട്രേഷൻ ആക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെയിരുന്നും രജിസ്ട്രേഷൻ നടത്താവുന്ന വിധം സൗകര്യപ്രദമായ രീതിയിലാണ് രജിസ്ട്രേഷൻ നിയമം പരിഷ്കരിക്കുന്നത്. പുതിയ രജിസ്ട്രേഷൻ നിയമത്തിൽ കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ട ഗണത്തിലാണ് വാടക കരാറുകളും പെടുത്തിയിരിക്കുന്നത്. വാടക കരാർ മാത്രമല്ല, സെയിൽ അഗ്രിമെന്റ്, സെയിൽ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതുപോലെ കേന്ദ്ര സർക്കാർ പാസാക്കിയ 2025 റെന്റ് റൂൾസ് പ്രകാരം ഒരു വാടക കരാർ എഴുതി 60 ദിവസത്തിനകം അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ 5000 രൂപ ഫൈൻ ശിക്ഷയും റൂൾസിൽ പറയുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറിന് പിന്നീട് നിയമസാധുത ഉണ്ടാകില്ല. അത് കോടതികളിലൊന്നും തെളിവായി സ്വീകരിക്കില്ല. ശരിയായ വാടക കരാർ ഇല്ലാതെ നമ്മുടെ കെട്ടിടത്തിൽ കയറി കൂടിയ ആൾ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾക്കെല്ലാം നമ്മൾ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ സംജാതമാകും. കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ വീഡിയോ ചെയ്യാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡീസ്.